ഹാലലുയ. വേഗമരുന്നവരായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവുമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനലിലുള്ള എല്ലാ പ്രേക്ഷകരെയും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവുമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെയും സഹോദരന്മാരെയും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിൽ അനേക കർത്തദാസന്മാർ കേൾക്കുന്നു എന്ന് എനിക്കറിയാം. പ്രിയ കർത്താവിൻ്റെ ദാസന്മാരെ, കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് സഭയിൽ പ്രസംഗിക്കുന്ന ഒരു ശുശ്രൂഷ ഇതിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ഇതിൽ ശിശുക്കൾ അനേകരുണ്ട്. ഈ പ്രോഗ്രാം കാണുന്നതിൽ അനേക ശിശുക്കളുണ്ട്, ദൈവവചനം അറിയാത്ത. അപ്പം അവരുടെ ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ വചന ശുശ്രൂഷ ചെയ്യുന്നത്. എന്നാൽ കർത്താവ് തരുന്ന ആലോചന അനുസരിച്ച് അഭിഷക്തന്മാർക്കും ആലോചന തരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കർത്താവിൽ ശരണമാകുന്നു. കർത്താവ് നിശ്ചയമായി നിങ്ങൾക്കും അതിലുള്ള ആലോചനകൾ തരും. എന്നാൽ കൂടുതൽ ആലോചനകൾ കർത്താവിനെ അറിയാത്ത അനേക ജനങ്ങൾ, എൻ്റെ സഹോദരന്മാർ ഈ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കർത്താവിൻ്റെ സന്ദേശം, സുവിശേഷം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്ന് മാത്രമാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് എൻ്റെ പ്രിയ കർത്താവിൻ്റെ ദാസന്മാർ സാദരം ക്ഷമിക്കണം. സഭയിൽ ശുശ്രൂഷിക്കുന്നത് ഞാൻ ഇതുപോലല്ല, ഇങ്ങനെയുള്ള ശുശ്രൂഷയല്ല. ഇത് വളരെ ശാന്തമായാണ് സംസാരിക്കുന്നത്, മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി. അതുകൊണ്ട് കർത്തൃദാസന്മാർ ഈ ശുശ്രൂഷ വിലയിരുത്തരുത്. സഭാമണ്ഡലങ്ങളിലുള്ള ഈ എളിയവൻ്റെ ശുശ്രൂഷ ഇതല്ല, അത് വേറൊരു തലമാണ്. അത് സഭയിലുള്ള ദൂതുകളെ കൊടുക്കും. എന്നാൽ ഇത് പൊതുവായി സംസാരിക്കുന്നത് കൊണ്ട് അനേകർ ക്രിസ്തുവിനെ അറിയാത്തവരുണ്ട്, ദൈവവചനം അറിയാത്തവരുണ്ട്. അതുകൊണ്ടാണ് ശാന്തമായി വചനമെടുക്കുന്നത്. ദൈവം കർത്താവിൻ്റെ ദാസന്മാരെയും എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ഭാഗം തന്നെ. യേശു ഗനസരും തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കിയാൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് യേശു കണ്ട് അവയിൽ നിന്നും മീൻ പിടിക്കുവാൻ ഇറങ്ങി വലകുകയായിരുന്ന ആ പടകിൽ നിന്നും ശിമയോനുള്ള ഒന്നിൽ അവൻ കയറി കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ച് സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് ആഴത്തിലേക്ക് മീൻ പിടിക്കുവാൻ വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശിമയോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറുമുറായി. അവൻ മറ്റേ പടകിലുള്ള കൂട്ടാളികളെ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടകിൽ 2 മൂമാറോളം നിറച്ചു. ശിമിയോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ ആയിക്കൊണ്ട് എന്നെ വിട്ട് പോകണമെന്ന് പറഞ്ഞു. അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവരോട് കൂടെയുള്ളവർക്കും എല്ലാവർക്കും ഭ്രമം പിടിച്ചിരുന്നു. ശിമയോനും കൂട്ടാളികളെ യാക്കോബ്, യോഹന്ന എന്ന സബീദീക മക്കളും അവണ്ണം തന്നെ യേശുവിനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവൻ ആക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവൻ പടകുകളെ കരയ്ക്കടുപ്പിച്ചിട്ട് സ്ഥലം വിട്ട് അവനെ അനുഗമിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഒരുപക്ഷെ മുക്കുവൻ്റെ ജീവിതം തന്നെ ചരിത്രമായി അത് മാറ്റിമറിച്ച സംഭവമാണ്. രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ യേശുവിന്, എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ മാതാവേ, നീ രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും നീ വർഷങ്ങളോളം അധ്വാനിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയാണോ? ശൂന്യമായ അവസ്ഥയാണോ? എന്നാൽ ആ പടകിൽ എൻ്റെ യേശുവിനെ നീ ഒന്ന് കയറ്റുവാൻ, ആ പടകിൽ
നിൻ്റെ ഹൃദയമായ പടകിൽ ആ ശിമിയോനെ പോലെ യേശുവിനെ ഒന്ന് കയറ്റുവാൻ നീ താല്പര്യപ്പെടുന്നുവെങ്കിൽ നീ ഒരു അതിശയ വ്യക്തിയായി മാറും. നീ ഒരു വെളിപ്പാടുള്ള വ്യക്തിയായി മാറും. നീ ഒരു അത്ഭുതം ചെയ്യുന്ന വ്യക്തിയായി മാറും. ശിമിയോൻ പത്രോസിനെ പോലെ ഒന്ന് കാൽക്കൽ വീഴുവാൻ, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, അതെ, നീ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ എന്ന് പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ നീ ലോകത്ത് ഒരു അത്ഭുതം കാണുന്ന വ്യക്തിയായി മാറും. നീ ഒരു അത്ഭുതം ചെയ്യുന്ന വ്യക്തിയായി മാറും. കാരണം നീ നടക്കുന്നിടത്ത് അതേ നിൻ്റെ കൈസ്പർശനത്താൽ, നിൻ്റെ ശബ്ദത്താൽ, നിൻ്റെ നോട്ടത്താൽ രോഗികൾ സൗഖ്യപ്പെടുന്ന രീതിയിൽ അത്ഭുതങ്ങളായി നീ ഒരു അത്ഭുത വ്യക്തിയായി മാറുവാൻ സാധിക്കും. അതിന് നീ ജീവിതത്തിൽ അതേ ക്രിസ്തുവിൻ്റെ മുന്നിൽ നീ ഒന്ന് സറണ്ടറാകുവാൻ, ആ പത്രോസിനെ പോലെ ഒന്ന് സറണ്ടറാകുവാൻ, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, നീ എന്നെ വിട്ടുപോകണമെന്ന് അതേ പത്രോസ് പറഞ്ഞെങ്കിൽ, എൻ്റെ പ്രിയ സഹോദര, നീ യേശുവിൻ്റെ കാൽക്കൽ വന്ന്, കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നെ സഹായിക്കണം, എന്നെ വിടുവിക്കണം, എനിക്ക് ആരും സഹായമില്ലെന്ന് പറയുന്ന വ്യക്തിമണ്ഡലമേ, യേശു നിന്നെ അധികമായി സ്നേഹിക്കുന്നു. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടും, നിത്യരക്ഷ വരിച്ചിടും, ഏകരക്ഷ വരിച്ചിടും. ആകാശത്തിൻ കീഴിൽ വേറു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ, മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യേശുവിൻ്റെ കാൽക്കൽ വീണ പത്രോസിൻ്റെ സ്ഥിതി തന്നെ മാറുവാൻ ഇടവന്നു. പത്രോസിൻ്റെ പേര് തന്നെ മാറുവാൻ ഇടവന്നു. നീ യേശുവിൻ്റെ മുന്നിൽ സലണ്ടറായാൽ നിൻ്റെ പേര് തന്നെ മാറി നീ ഒരു പുതിയ വ്യക്തിയായി മാറും. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 1:42 നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അവൻ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമിയോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകുന്നു എന്ന് പറഞ്ഞു. അത് പത്രോസ് ആകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അത് ശിമിയോൻ്റെ പേര് മാറി കേഫ എന്ന പത്രോസായി. നീ യേശുവിൻ്റെ മുന്നിൽ സലണ്ടറായാൽ നിൻ്റെ പേര് മാറും, നിൻ്റെ ചരിത്രം തന്നെ മാറും. ലോകത്തിൻ്റെ മുന്നിൽ നീ ഒരു പുതിയ വ്യക്തിയായി, നീ ക്രിസ്തുവിൻ്റെ മകളായി മാറുവാനിടവരും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ആ ശിമിയോനെ പോലെ നിൻ്റെ പടകിനെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ സാധിച്ചാൽ നീ ഒരു അതിശയ വ്യക്തിയായി, നീ ഒരു അത്ഭുതം കാണുന്ന വ്യക്തിയായി, നീ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന വ്യക്തിയായി മാറും. അതെ, ആ പത്രോസ് ശിമോനാണെങ്കിൽ ഇന്ന് പത്രോസ് ഒരു വെളിപ്പാട് കണ്ട ഒരു വ്യക്തിയായി, ക്രിസ്തു ആരാണെന്നുള്ള കാഴ്ചപ്പാടറിയുന്ന ഒരു വ്യക്തിയായി മാറി. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 13 മുതൽ യേശു ഫിലിപ്പ് കൈസരുടെ പ്രദേശത്തൂടെ എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും, മറ്റു ചിലർ ഏലിയാവ് എന്നും, വേറെ ചിലർ യിരെമ്യാവ് പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു എന്ന് പറഞ്ഞു. നിങ്ങളെന്നെ ആരെന്ന് പറയുന്നു എന്ന് അവനോട് ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പത്രോസ് 1 തൻ്റെ ജീവിതത്തിൽ പടക് വിട്ടുകൊടുത്തപ്പോൾ, 2 ക്രിസ്തു പറഞ്ഞ വാക്ക് കേട്ട് അനുസരിച്ചപ്പോൾ, ആഴത്തിലേക്ക് വലയിറക്കിയപ്പോൾ, 3 അതേ ശിമയോൻ പത്രോസ് കർത്താവിൻ്റെ കാൽക്കൽ, കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനാണ്, അതേ എന്നെ വിട്ടു പോകണമെന്ന് പറഞ്ഞപ്പോൾ
എന്നെ കേൾക്കുന്ന അൻപൻ സഹോദരന്മാരെ, എൻ്റെ പ്രിയ മാതാവേ, നീ എൻ്റെ യേശുവിന് ഒന്ന് പടക് വിട്ട് കൊടുത്തിട്ട് ആ യേശുവിൻ്റെ വാക്ക് നീ ഒന്ന് അനുസരിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നീ ഒരു അത്ഭുത വ്യക്തി, നീ ഒരു അതിശയ വ്യക്തി. അതിൻ്റെ അപ്പുറമായി നീ ഒരു നിത്യജീവനിലേക്ക് പോകുവാൻ അവൻ നിത്യജീവൻ നൽകുന്ന നല്ല ഒരു യേശു കർത്താവാണ്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ആ ശിമയോനെ പോലെ ഒരു വെളിപ്പാട് നിനക്കുണ്ടാകുവാൻ നീ യേശുവിനെ അനുസരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, അത് ശിമയോൻ്റെ വെളിപ്പാട് കണ്ടില്ലേ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെർനായ ശിമയോനി, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്നായ എൻ്റെ പിതാവത്രേ നിനക്കിതു വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കിട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യേശുവിൻ്റെ വാക്കനുസരിച്ചപ്പോൾ ഒന്ന് ഷിമിയോൻ പത്രോസിൻ്റെ പേര് തന്നെ മാറി, കേഫ എന്ന പത്രോസായി. രണ്ട്, ഷിമിയോൻ പത്രോസ് ഒരു വെളിപ്പാടുള്ള ക്രിസ്തു ആരാണെന്നുള്ള ഒരു വെളിപ്പാടുള്ള ഒരു മനുഷ്യനായി, അതേ ഒരു വലിയ വ്യക്തിയായി മാറുവാൻ ഇടവന്നു. അതുപോലെ തന്നെ നിങ്ങളെയും സാദരം കർത്താവ് ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ വാതിൽക്ക വന്ന് മുട്ടുകയാണ്. ഞാൻ നിൻ്റെ വാതിൽക്ക വന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് നീ വാതിൽ തുറന്നാൽ ഞാൻ നിന്നോടുകൂടി, നീ എന്നോടുകൂടി അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എൻ്റെ സിംഹാസനത്തിൽ എന്നോടുകൂടെ ഇരിക്കുവാൻ വരം നൽകും. എൻ്റെ പ്രിയ സഹോദര, യേശു നിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. ആ യേശുവിനെ ഒന്ന് നീ ഇരിക്കുന്നിടത്ത് വിളിച്ച്, കർത്താവെ, ഞാൻ അങ്ങേ എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു എന്ന് ആര് ഏറ്റെടുക്കുവാൻ സാധിക്കുന്നുവോ, ആര് പാപങ്ങൾ ശിമയോനെ പോലെ പൊറുക്കുവാൻ ഒന്ന് ശ്രമിക്കുവാൻ കർത്താവിൻ്റെ കാൽക്കൽ വീണ് പാപങ്ങളെ ഒന്ന് പറയുവാൻ സാധിക്കുന്നുവോ, നീ ദേശത്ത് അത്ഭുത വ്യക്തിയായി മാറും. നീ ഒരു വെളിപ്പാടുള്ള, ഒരു ദർശനമുള്ള വ്യക്തിയായി മാറും. ഈ വചന മുഖാന്തരം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതെ, ഷിമിയോൻ ഗനസോറും തടാകത്തിൻ്റെ കരയിൽ പുരുഷാരം, അത് എന്നെ കേൾക്കുന്ന പ്രിയജനമേ, അതേ പുരുഷാരം അനേകമായതുകൊണ്ടാണ് യേശു തിരക്കിൻ്റെ അടുത്തും അതേ ശൂന്യമായ പടകിൽ കയറി അതേ പുരുഷാരത്തോട് സംസാരിച്ചു. നീ ശൂന്യമായ അവസ്ഥയിലാണോ? ജനത്തിൻ്റെ മധ്യയിൽ നീ ശൂന്യ അവസ്ഥയാണോ? എന്നാൽ നിൻ്റെ പടകിനുള്ളിൽ യേശുവിനെ കയറ്റുവാൻ നീ ഇന്ന് തയ്യാറെടുക്കുന്നുവെങ്കിൽ നീ ഒരു അതിശയ വ്യക്തിയായി മാറുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അതേ ശിമിയോൻ്റെ ജീവിതത്തെ അത്ഭുതം ചെയ്ത അതേ കർത്താവ് നിന്നെയും അതേ അത്ഭുതം ചെയ്യുവാൻ അവൻ സർവശക്തനായ ദൈവം. നിന്നെ സാധനം കർത്താവ് ക്ഷണിക്കുകയാണ്. നീ എൻ്റെ മുന്നിൽ നിന്ന് സലണ്ടർ ആകുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അൽഖനോ ഷംതൂരി റമഹസ്തെ റൂബ ഹസ്തിയ, നിൻ്റെ കുടുംബ സാഹചര്യങ്ങളെ മാറ്റുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നിൻ്റെ ദാരിദ്ര്യത്തെ മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അതേ, അവൻ ഗനസോരും തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുക. രണ്ട് പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ട് അവയിൽ നിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങി വല കഴിയുകയായിരുന്ന ആ പടകളിൽ ശിമയോനൊന്നിൽ അവൻ കയറി കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവർ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ച് സംസാരിച്ചു നിന്നപ്പോൾ ശിമയോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്താൻ നീ വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശിമയോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ കർത്താവിൻ്റെ വാക്കനുസരിച്ചാൽ നീ ഒരു അതിശയ വ്യക്തിയായി മാറും. നീ അത്ഭുത വ്യക്തിയായി മാറും. കർത്താവെ, ഈ വേളയിൽ സ്തോത്രം, അവിടുത്തെ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. അനേക കുടുംബങ്ങൾ ഭാരത്തോടെ, പ്രയാസത്തോടെ, കഷ്ടതയോടെ എങ്ങനെ മുന്നോട്ട് കഴിയണമെന്ന് ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങളുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ എല്ലാ ആവിചാര മന്ത്രവാദ ശക്തികൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. അർത്ഥ ശബ്ദ രോഗനാദിയ കുടുംബ മണ്ഡലങ്ങളിലെ ശാപങ്ങൾ മാറട്ടെ. എല്ലാ രോഗാവസ്ഥകൾ മാറട്ടെ. കുടുംബത്തിൽ കെട്ടപ്പെട്ട അവസ്ഥകൾ മാറി ഒരു സമൃദ്ധിയെ കൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്താവ് ഈ വചന മുഖാന്തരം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആ ഷിമയോനെ പോലെ അനുസരിച്ചാൽ നീ ദേശത്ത് അത്ഭുത വ്യക്തിയായി മാറും. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.